ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരെയും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാനും ഒരു സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ അടിച്ചിട്ട് വന്നതാണോ? അപ്പോൾ ഞാൻ ലൈസൻസ് ഇല്ല. ഞാൻ പറയും വണ്ടി എവിടെ? ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നാൽ അങ്ങോട്ട് പോ, അടച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും. അവർ വിചാരിക്കുന്നത് അവരെ പോലെ തന്നെ എന്നെയും ഇവിടെ പെറ്റിയടയ്ക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തും. ഒരു പോലീസ് ആവാനായാലും അതുപോലെ തന്നെ ഒരു ഫിസിക്കലായിട്ട് പെട്ടെന്ന് ഓടണം, ചാടണം, ഭയങ്കര ബഹളം, അങ്ങനത്തെ ഒരു ട്രെയിനിങ് എന്തായാലും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? ഹെവനാ പേര്. ഹെവനെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. എനിക്കൊരു സ്ത്രീ പോലീസ് ഓഫീസറിനെ ഡയറക്റ്റായിട്ട് ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചർ നമുക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, സ്ത്രീകൾ ഒരുപാട് നമുക്ക് പരിചയം ഉണ്ടാവും. പക്ഷേ സ്കൂൾ ടീച്ചറൊക്കെ എനിക്ക് വളരെ ഈസിയാണ്, കാരണം എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ എന്നും രാവിലെ വീട്ടിലുണ്ടാവുന്ന അമ്മയുടെ തിരക്കുകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വനിതാ പോലീസ് ഓഫീസറിനെ എനിക്ക് നേരിട്ട് കണ്ട്, കാരണം അവർ നമ്മളെ മാതിരിയല്ല, അവരുടെ ഒരു മൊത്തം അത് വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഭരതനാട്യം ഡാൻസറും. ഞാൻ എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചു, എൻ്റെ ഗുരുവായൂരപ്പോൾ ഞാൻ പോയിട്ട് മറ്റേ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പോയി എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ലല്ലോ ലൊക്കേഷനിൽ പോകുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഡെഫിനറ്റായിട്ട് നേരത്തെ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമ്മളൊരു ഹോംവർക്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ കുറേ നാളില്ലാതെ വളരെ വേഗം ഒബ്സർവേഷൻ കൊണ്ട് നമ്മളതിനെ കുറേയൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ടൗൺ എസ് ഐ ആയ ഷാഹിന മാമിയുടെ ട്രിവാൻഡ്രംകാരിയാണ്. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഉള്ള ഷാഹിന മാമിനോടൊരു പ്രത്യേക നന്ദി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ പറയുകയാണ്. നമുക്ക് പോലീസിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ നമ്മുടെ എറണാകുളം ടൗണിൽ പോലീസ് സ്റ്റേഷനിൽ പോയി മാമിൻ്റെ ഒപ്പം ഇരുന്നു. മാമാണ് എന്നെ സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. മാമിൻ്റെ ഒപ്പം ഞങ്ങൾ ഓടാൻ പോയി, നൈറ്റ് പെട്രോളിങ്ങിന് പോയി. നൈറ്റ് പെട്രോളിങ്ങിൽ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സംസാര രീതി, ഒരു ടോണാലിറ്റിയൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ മാമിനോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്നോട് സംസാരിക്കുമ്പോൾ മാമിൻ്റെ ശബ്ദം മാം അങ്ങനെയല്ല സംസാരിക്കുന്നത്, ഭയങ്കര വേറൊരു ഇതിലാണ് സംസാരിക്കണത്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു. അതപ്പോൾ മാം പറഞ്ഞു, ഞങ്ങളുടെ ട്രെയിനിങ് അങ്ങനെയാണ്, ഞങ്ങളുടെ ട്രെയിനിങ് അത്ര റിഗറസ് ആണ്. കാരണം ഒരു മനുഷ്യനൊരു പോലീസില്ല, ഒരു കൂട്ടം മനുഷ്യർക്കാണ് ഒരു പോലീസ് ഉള്ളത്. ഈ പോലീസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ആ കാക്കിയുടെ വിലയാണ്, ആ ഡ്രസ്സ് അവരുടെ ദേഹത്തേക്ക് ആ കുപ്പായം കയറുമ്പോൾ ഉണ്ടാവുന്ന അവർക്കുണ്ടാവുന്ന ഒരു പരകായ പ്രവേശത്തിൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെ ആ ഒരു ധീരതയുടെ ഒക്കെ ഒരു ബാക്കി പത്രമാണ് നമ്മളുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ഭയം, അല്ലെങ്കിൽ ആ ഒരു ഭയം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ നീഡ് എ ലോട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ദേ ഹാവ് ഇറ്റ് ഓൾസോ. അത് എനിക്ക് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ മാമിൻ്റെ കൂടെ നിന്നപ്പോൾ മാമിൻ്റെ ആ ഒരു രീതികൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. കാരണം സിനിമയിൽ ചിലപ്പോൾ ഒരു സല്യൂട്ടൊക്കെ ഒരു 2 സെക്കൻഡിൽ അങ്ങ് പോവും. പക്ഷേ അത് വൃത്തികേടായിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ആ സല്യൂട്ടിൻ്റെ ഒരു നീറ്റ്നെസ് ഇല്ലാതെ ഒരുപാട് തവണ സല്യൂട്ട് ചെയ്ത് ഞാൻ പഠിച്ചു മാമിൻ്റെ കൂടെ. പക്ഷെ ഒരൊറ്റ ഷോട്ടിലാണ് സല്യൂട്ട് വരുന്നതെങ്കിലും മോശമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ചിലപ്പോൾ നല്ലതായാൽ ശ്രദ്ധിച്ചൊന്നും വരില്ല. എന്തായാലും പോലീസ് ഇന്നലെ ഞാൻ കുറേ തിയേറ്റേഴ്സിലൊക്കെ നമ്മളിങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ സ്ത്രീകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പോലീസ് വേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിശ്രമം നടത്തി ആ ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഷാഹിന മാമിനോട് ഒത്തിരി താങ്ക്സും ഉണ്ട്. ഇങ്ങനെ റിയാലിറ്റിയിൽ പെട്രോളിങ്ങിന് പോയപ്പോൾ ആരെങ്കിലും നവ്യ നായരെ കണ്ട് തിരിച്ചറിഞ്ഞോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ലില്ല, ഞാൻ ക്യാപ്പൊക്കെ വെച്ച് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് രാത്രിയിൽ നിൽക്കണേ. രാവിലെ പോകുമ്പോൾ ഒരു കണ്ണടയും കൂടി എടുത്ത് ഫിറ്റ് ചെയ്യും. അപ്പം പിന്നെ ഒന്നുമില്ല ബാക്കി. സ്റ്റേഷനിൽ മാസ്ക് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് സ്റ്റേഷനിൽ പോയിരിക്കും. അങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് ജീപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരെയും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാനും ഒരു സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ അടിച്ചിട്ട് വന്നതാണോ? അപ്പോൾ ഞാൻ ലൈസൻസ് ഇല്ല. ഞാൻ പറയും വണ്ടി എവിടെ? ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നാൽ അങ്ങോട്ട് പോ, അടച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും. അവർ വിചാരിക്കുന്നത് അവരെ പോലെ തന്നെ എന്നെയും ഇവിടെ പെറ്റിയടയ്ക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്ക് മനസ്സിലായിട്ടില്ല.